നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിലാണ്, ബ്ലോക്ക്ഡ് ആണ്, റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച ഒരാൾ പോയി, ഇനി മേലാൽ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു പോയി, റിലേഷൻഷിപ്പ് ലീഗലി ഡിവോഴ്സ്ഡ് ആണ്, അതല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് വഷളായി, അത് ഇല്ലാതായി. പക്ഷെ എന്നാലും നിങ്ങളിപ്പോൾ കാത്തിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവം? നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാനായിട്ടൊന്നും ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് എന്തിങ്ങനെ പറ്റി? ഇതാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്തയെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എനിക്ക് മെജോറിറ്റി റീഡിങ്ങും വരുന്നത്, മെജോറിറ്റി എന്നല്ല, കുറെ റീഡിങ്സ് വരുന്നത് ഇങ്ങനെ ഇനിയിപ്പോ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ, അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരാറ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഞാനിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ ഓം നമ ശിവായ. ഞാൻ ഈ ഓം നമ ശിവായ പറയുന്നത് വളരെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ കേട്ടോ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നമ്മൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല, ദൈവത്തിന്റെ ഒരു സഹായം കൂടി വേണം. അതുകൊണ്ടാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, ഇവിടെ എന്താണ് നിങ്ങൾ ഈ ബന്ധത്തിനെ കുറിച്ച് അറിയേണ്ടത്? അതിനുള്ള ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. ഒരു കാർഡാണ് വന്നിട്ടുള്ളത്, രണ്ടാമത്തെ കാർഡ് വന്നു. ഇനി കാർഡ്സ് വല്ലതും വരുന്നുണ്ടോ? ഒരു കാർഡ് മറിഞ്ഞു, വേണ്ടാന്നാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് 4 കാർഡുകളാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് യോഗ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. യോഗ ചെയ്യണത് ഒരു ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയണം. അതിന്റെ കൂടെ മെഡിറ്റേഷനും പറയുന്നുണ്ട്. യോഗ മാത്രം ചെയ്താൽ പോരാ, മെഡിറ്റേഷനും കൂടെ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്ന് പറയും. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകാതിരുന്നത് അതിലും വലിയ തെറ്റില്ല. മനസ്സിലായി? അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ അതിലും വലിയ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ അജ്ഞതയുണ്ട്. അപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് യോഗയും മെഡിറ്റേഷനും ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷൻ വളരെയധികം എന്താ പറയാ, ടോക്സിക് ആണെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ വിട്ട് കളഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പതുക്കെ പതുക്കെ അത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. മീൻസ് അത് അവസാനത്തിലേക്ക് അങ്ങനെ പോകും, അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ ചില സമയത്ത് ഒബ്സസീവ് ആയിട്ട് നമ്മൾ പിടിച്ചു വെക്കും. പുള്ളി പോയോ, എന്നാ തിരിച്ചു വരട്ടെ, എന്നോട് വന്ന് ക്ഷമ പറയട്ടെ എന്ന ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോയോ, എവിടെ പോകാനാണ്, എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരും എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ആള് പോയിട്ട് അയാളെ വിടുന്നുമില്ല, നിങ്ങൾ ജീവിക്കുന്നുമില്ല. അവിടെയാണ് പ്രശ്നം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യോഗ ചെയ്യണം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നത്. പിന്നെ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവരാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരെയും ദൈവം കൈവെടിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി റീഡിംഗ് തുടങ്ങാം. എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്? എന്താണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്? ഇവിടെ ഒരു എംപ്രസിനെ കാണിക്കുന്നുണ്ട്. എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അമ്മയെ പോലെ, ഒരു പ്രായമുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു എംപ്ലോയറിനെ കാണിക്കുന്നുണ്ട്, ഒരു ബോസിനെ കാണിക്കുന്നുണ്ട്, ഒരു അമ്മയെ കാണിക്കുന്നുണ്ട്, ഒരു പ്രായമായ ഒരു ഭാര്യയെ കാണിക്കുന്നുണ്ട്. എല്ലാവരെയും നല്ല നിലയിൽ നോക്കുന്ന ഒരു എനർജി ആയിരുന്നു ഈ റിലേഷൻഷിപ്പ്. അപ്പോ ഇവിടെ ഒരു ഗ്രോത്തിന്റെ പോസിബിലിറ്റി, ഒരു വളർച്ച. ഇത് ഭൂമിയാണ്, ക്ഷമിക്കാനും സഹിക്കാനും എല്ലാം കഴിവുള്ള ഒരു എനർജിയാണിത്. ടോറസ് ലിബ്രയാണ്. അപ്പോ ഇതൊരു റെസ്പെക്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഭൂമിയെ നമുക്കറിയാം, ചില സമയത്ത് പൊട്ടിത്തെറിക്കും, ചില സമയത്ത് ഫ്ലഡ് ഉണ്ടാവും, ചില സമയത്ത് എന്താ എർത്ത് ക്വേക്സ് ഉണ്ടാക്കും, അല്ലെ? അപ്പൊ ഭൂമിക്ക് 2 വശങ്ങളുണ്ട്. അപ്പോ അതാണ് ഈ എനർജി. അപ്പൊ ഇവിടെ ഈ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രോത്തിന്റെ എനർജിയാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാല് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു എനർജി. ഈ വളർച്ച, ഭൂമിയിൽ എങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും വളരാനുള്ള വളമുണ്ട് ഭൂമിയിൽ, അല്ലെ?
അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടെ. ഒരു ഗ്രോത്തിന്റെ പോസിബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. മുമ്പോട്ട് പോകാനും ഇത് വളർന്ന് നല്ലവണ്ണം എന്താ പറയാ, ഒരു വളരെ ഫെർട്ടൈൽ ആയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത്. നല്ലവണ്ണം വളരാനും പുഷ്ടിപ്പെടാനും എല്ലാമുള്ള യോഗ്യത ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ എന്നാണ് പറയുന്നത് കേട്ടോ. ടോറസ് ലിബയാണത്. അപ്പോ നിങ്ങൾ ഇതിനകത്ത് എന്താണ് കാണാതിരുന്നത്? എന്താണ് നിങ്ങളുടെ കണ്ണിൽ പെടാതിരുന്ന കാര്യം? അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ കണ്ണിൽ പെടാതിരുന്ന കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളുടെ കണ്ണിൽ പെടാതിരുന്ന കാര്യം 5 of Cups ആണ്. 5 of Cups എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിന്റ്മെന്റ്. അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത് എന്തുകൊണ്ടാണ് ഈ 5 of Cups ഇവിടെ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 5 of Cups ഡിസപ്പോയിന്റ്മെന്റിന്റെ എന്ന് വെച്ചാല് നെഗറ്റീവ് മാത്രം കാണുന്ന ഒരു എനർജി. അത് നിങ്ങളാണോ നിങ്ങളുടെ വ്യക്തിയാണോ എന്ന് അറിയില്ല. കാരണം ഈ വ്യക്തി മുമ്പില് മറിഞ്ഞു കിടക്കുന്ന, ഇല്ലാതെ ആയിപ്പോയ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഒരു വിക്ടിം മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഇതില് നിങ്ങളിൽ ഒരാള്. അപ്പോ ഈ വ്യക്തി നിങ്ങളാണോ നിങ്ങളുടെ വ്യക്തിയാണോ എന്നറിയില്ല. ഈ ഇല്ലാത്ത കാര്യങ്ങൾ, നഷ്ടങ്ങള്, ഇവിടെ ശരിയാവാത്ത കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് ഈ വ്യക്തിയുടെ കണ്ണിൽ പെട്ടില്ല. അപ്പൊ നിങ്ങളുടെ കണ്ണില് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പെട്ടില്ല. കാരണം നിങ്ങളാണ് ഇത് കാണാതിരുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ഭാവി വളർത്തിയെടുക്കാൻ പറ്റുമായിരുന്ന ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ അത് കണ്ടില്ല, നിങ്ങളത് മിസ് ചെയ്തു. നിങ്ങൾ റിലേഷൻഷിപ്പിൽ നടക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. നിങ്ങളൊരു സിംഗിൾ മദർ ആണോ, അതോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആളൊരു സിംഗിൾ മദർ ആണോ? മനസ്സിലായോ? അപ്പോ നിങ്ങള് ചിലപ്പോ ഇവർക്ക് ഈ സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടികളെ നിങ്ങളുടേതായിട്ട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഒട്ടും കുട്ടികൾ ഉണ്ടായുമില്ല. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമായി, വ്യക്തിയുമായിട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മേ ബി ഇവർക്ക് ആദ്യത്തെ വിവാഹത്തിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഇവരുടെ കുട്ടികൾ, അത് ഏത് വിവാഹത്തിലാണെന്ന് ആയാലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ നിങ്ങൾ നോക്കില്ല, ഇവരെ വേണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിച്ചു ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇവര് കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ കൂടെ വരുമെന്ന്. അവരത് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു ഇതിലാണ് അവരെ കണ്ടിരുന്നത്. വെച്ചാല് കുട്ടികളെയും കൂടെ കൊണ്ടുവന്നു. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ നിങ്ങൾ കുട്ടികളെ നോക്കാന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാളായിരുന്നില്ലായിരിക്കാം. അതുകൊണ്ട് കുട്ടികൾ ഇതിനിടയിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറി നിങ്ങൾക്ക്. അപ്പോ നിങ്ങൾ വിവാഹം കഴിച്ചത് ഒരു അമ്മയായ ഒരു സ്ത്രീയോ അച്ഛനായ ഒരു സ്ത്രീയോ എന്ന് വെച്ചാൽ ഓൾറെഡി മക്കളുള്ള ആരോ ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നത്. അത് കഴിഞ്ഞ് അത് പൊക്കോളും, അവരാരെങ്കിലും ഏറ്റെടുത്തോളും, വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇവരെ സോപ്പിടാൻ വേണ്ടി നിങ്ങൾ ഈ കുട്ടികളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് റിലേഷൻഷിപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതിപ്പോ നിങ്ങളുടെ എനർജി ആണോ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണോ എന്ന് നിങ്ങൾക്കറിയാം. എനിക്കറിയില്ല. ഇവിടെ കാണിക്കുന്ന എനർജി കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലാത്ത, മനസ്സില്ലാതിരുന്ന ഒരു എനർജി. ഈ വ്യക്തിയെ മാത്രം മതി, ആ വ്യക്തിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, നുണയും പറയും എന്ന ഒരവസ്ഥയിലായിരുന്നു. ആ വ്യക്തിയുമായിട്ടൊരു ഭാവി കണ്ടിരുന്ന നിങ്ങൾ ആ വ്യക്തിയുടെ കുട്ടികളെ നിങ്ങളുടേതായിട്ട് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അത് പിന്നെ എന്തെങ്കിലും ചെയ്യാം എന്ന ഒരു ചിന്തയിലായിരുന്നു നിങ്ങൾ. പക്ഷേ ഇവര് ഒരമ്മയായതുകൊണ്ടോ അച്ഛനായതുകൊണ്ടോ സ്വന്തം മക്കളെ കൂടെ കൂട്ടി. അപ്പോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് മാറിയെന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോ നിങ്ങൾ ഇതിനകത്തുള്ള നല്ല വശം കണ്ടില്ല, നിങ്ങൾ ചീത്ത വശം മാത്രമേ കണ്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായിരുന്നു നിങ്ങളുടെ ഭാഗം? എന്തായിരുന്നു ഈ സിറ്റുവേഷനിൽ, ഈ റിലേഷൻഷിപ്പില് നിങ്ങളുടെ ഭാഗം എന്തായിരുന്നു? നിങ്ങൾ ഏത് റോളിലാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നത്. പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന വളരെയധികം ദീർഘവീക്ഷണമുള്ള ഒരു എനർജിയാണ് പേജ് ഓഫ് പെന്റക്കിൾസ്. എന്ത് കിട്ടിയാലും അത് നട്ടു വളർത്തി വലിയൊരു വൃക്ഷമായി അതിൽ നിന്നുള്ള ഫലങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ്. വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ. അത് നേരെ റിവേഴ്സ് ആണ് വന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത്
വലിയ ഭാവിയൊന്നും കണ്ടില്ലായിരുന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു റിലേഷൻഷിപ്പില്? അറിയില്ല. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ ഒന്നും നിങ്ങൾ ചിന്തിച്ചില്ല. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ നിങ്ങൾ കയറി ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിച്ചത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ലോകം നിങ്ങൾ കണ്ടു. അത് എങ്ങനെ പോസിബിൾ ആകും ഇവർക്ക് കുട്ടികൾ ഉള്ളപ്പോ എന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. അപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഭർത്താവ് കുട്ടികളെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ അവർ പുരുഷനാണെങ്കിൽ ഭാര്യ കുട്ടികളെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ അവര് ഭർത്താവിന്റെ വീട്ടുകാരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ ഏൽപ്പിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പൊ നിങ്ങൾ എടുത്തു ചാടിയിട്ട് പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു എനർജിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കയറിയത്. പക്ഷെ നിങ്ങൾക്കത് പണിയായി. കാരണം ഇവര് വളരെ ഉത്തരവാദിത്തോടെ പെരുമാറുന്ന ഒരു എനർജിയാണ്. നിങ്ങളാണെങ്കിൽ ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്ന ഒരു എനർജിയാണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നിങ്ങളുടെ റോള് നിങ്ങൾ ഒരു നല്ല ഒരു ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ നല്ലൊരു കമ്പാനിയൻ ആയിട്ടോ, ഇപ്പൊ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നല്ലൊരു പാർട്ട്ണർ ആയിട്ടോ പ്രവർത്തിക്കേണ്ടിയിരുന്ന നിങ്ങൾ അങ്ങനെയല്ല പ്രവർത്തിച്ചത്. മനസ്സിലായോ? അപ്പൊ അവര് നിങ്ങളിൽ നിന്ന് കുറെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്തില്ല. അതാണ് പറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവര് നല്ല പൊസിഷനിലുള്ള, നല്ല പൈസയുള്ള, നല്ല ജോലിയുള്ള ഒരു എനർജി ആയിരിക്കാം. സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ അത് മാത്രമേ നോക്കിയുള്ളൂ. ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യം പിന്നെ നോക്കാം എന്ന ചിന്തയിൽ കയറിയ ആളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളിൽ നിന്ന് അവരെന്താണോ പ്രതീക്ഷിച്ചത് അതൊന്നും നിങ്ങൾ കൊടുത്തില്ല അവർക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വഭാവം അതുവരെ നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ആള് അവരെ കയ്യിലേക്ക് കിട്ടിയപ്പോ നിങ്ങൾ ശരിക്കുള്ള സ്വഭാവം കാണിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അത് അവർക്ക് ഒട്ടും അവർ പ്രതീക്ഷിക്കാത്തത്. ആ ഒരു നിങ്ങളുടെ ആ ഒരു സ്വഭാവം, ആ ഒരു സൈഡ് ഇവര് കണ്ടിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. മനസ്സിലായി? അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? ഇപ്പോ ഈ ബന്ധം ഇല്ല. അത് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഈ ബന്ധം പോയതെന്നാണ്. നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ചിന്തയില്ലായ്മ കൊണ്ടും ഒരു എന്താ പറയാ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടും ആണ് നിങ്ങൾക്ക് ഈ ബന്ധം നഷ്ടപ്പെട്ടത് എന്ന്. അപ്പോ എന്താണ് ഇത് നിങ്ങളെ ഈ സിറ്റുവേഷൻ എന്താണ് പഠിപ്പിച്ചത്? അപ്പോ നിങ്ങളെ പഠിപ്പിച്ചത് ഇതാണ് എന്ന് വെച്ചാല് എല്ലാവർക്കും ചാൻസസ് ഉണ്ട് എന്നാണ് നിങ്ങൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിച്ച, ചിലര് പറയാറുണ്ടല്ലോ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ പോകാനാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് റിലേഷൻഷിപ്പിലേക്ക് കയറി കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്താലും അവരവിടെ നിന്നോളും എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ട പാഠം എല്ലാവർക്കും ചാൻസസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് അത് എപ്പോ വേണമെങ്കിലും എടുക്കാനുള്ള ഒരു റൈറ്റും ഉണ്ട്, അവകാശവുമുണ്ട്. അപ്പോ എന്റെ സ്വഭാവം ഞാൻ മാറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവര് എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ ഇവർ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവര് ചെയ്യണമായിരുന്നു എന്നാണ് നിങ്ങൾ ചിന്തിച്ചത്. അത് അങ്ങനെയായിരിക്കും. പണ്ടത്തെ കാലത്താണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാല് അതിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് പെട്ടു, പിന്നെ അതിനകത്ത് നിന്ന് പോകാൻ ആരും ചിന്തിക്കാറില്ല. പക്ഷെ ഇപ്പൊ അല്ല, ഇന്ന് വിവാഹം കഴിച്ച നാളെ ഡിവോഴ്സാണ്. അങ്ങനത്തെ കാലമാണിത്. അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ളത്, എല്ലാവർക്കും നിങ്ങൾക്ക് ആരെയും ട്രാപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫ്രീ ആണ്. മനസ്സിലായോ? എല്ലാവർക്കും ഓപ്ഷൻ ഉണ്ട്, എല്ലാവർക്കും ജീവിക്കാനുള്ള ഉപാധികളുണ്ട്. ആരും ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എല്ലാവർക്കും മീൻസ് ജീവിതകാലം മുഴുവൻ നരകത്തിൽ ജീവിക്കാൻ ആരും വിചാരിക്കില്ല. അപ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ചാൻസ് കിട്ടിയാൽ അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആരെയും ട്രാപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം നരകത്തിൽ ആരും ജീവിക്കാൻ ആഗ്രഹിക്കില്ല. അവര് സ്വർഗം അല്ലെങ്കിലും നല്ലൊരു ഭേദപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാൻ എപ്പോഴും ആഗ്രഹിക്കും. അതിന് ചാൻസ് കിട്ടിയാൽ അവരത് ചെയ്യും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം, നിങ്ങൾ എന്താണ് നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇവര് നിങ്ങളിൽ നിന്ന് പോയതിലല്ല, ഇവര് നിങ്ങൾക്ക് തന്ന സൗഭാഗ്യങ്ങള് അവര് തിരിച്ചെടുത്തു. അതിലാണ് നിങ്ങൾക്ക് പ്രശ്നം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിന്റെ പുറകെ നടക്കുന്നത്. മനസ്സിലായി? അവരുടെ കൂടെ ആയിരുന്നപ്പോ നിങ്ങളുടെ ജീവിതം ഈസി ആയിരുന്നു. പണത്തിന് ബുദ്ധിമുട്ടില്ല, അലയണ്ട.
വേണ്ട സാധനങ്ങൾ, ഭക്ഷണം മേശപ്പുറത്ത് എത്തുന്നു, വസ്ത്രം കിട്ടുന്നു, മൊബൈൽ റീചാർജ് ചെയ്ത് കിട്ടുന്നു, അങ്ങനെ പല സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങോട്ടൊന്നും കൊടുക്കാൻ റെഡിയായില്ല. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങളുടെ എനർജിയാണോ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണോ ഒന്നും എനിക്കറിയില്ല. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. അപ്പോ എന്താണ് നിങ്ങൾ ഇവിടെ ഈ ബന്ധത്തിൽ നിങ്ങൾ എന്താണ് വിട്ടുകളയേണ്ടത്? നിങ്ങൾ ഇപ്പോഴും ഇവരെ തിരിച്ചു പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലര് എന്താണ് ഒരു പ്രതികാരം വരും. നമ്മളുടെ കയ്യിലെ തെറ്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മള് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ നമ്മളത് വിട്ടുകളയുക, അതിനകത്തേക്ക് തിരിച്ചു പോകാതിരിക്കുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായിട്ടില്ല, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരിക്കൽ ഞങ്ങള് ഫ്രണ്ട്സ് ഒരു ഫ്രണ്ടിന്റെ ഭർത്താവിനെ മീറ്റ് ചെയ്തു. ആ വ്യക്തിയാണെങ്കിൽ നല്ലോണം വെള്ളമടിക്കുകയും ചെയ്യും. എല്ലാ അവളുടെ സ്വർണം മുഴുവൻ എടുത്ത് വിറ്റു. ഞങ്ങൾ സംസാരിച്ചപ്പോ ഞങ്ങളുടെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവൾ ചെയ്യുന്ന തെറ്റുകൾ ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളോട് വന്ന് സംസാരിച്ചതാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എല്ലാവരും തെറ്റ് ചെയ്യില്ലേ എന്ന് പറഞ്ഞപ്പം അതെങ്ങനെ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പൊ ഞങ്ങള് പുള്ളിയോട് ചോദിച്ചു, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്യണത് എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനെന്നാണ് ആ വ്യക്തി പറഞ്ഞത്. ആ വ്യക്തിയാണെങ്കിൽ അവളുടെ സ്വർണം മുഴുവനും വിറ്റ് തുലച്ചു. ശരിക്കും ഒറ്റ സ്വർണ്ണം അവക്കില്ല. കുറെ സ്വർണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച ഒരു പെൺകൊച്ചാണ്, നല്ല നിലയിലുള്ള പെൺകുട്ടിയാണ്. ഈ വ്യക്തിയുടെ കൂടെ പോയ അവളുടെ ജീവിതം നശിച്ചു പോയി. മനസ്സിലായോ? ഈ വ്യക്തിയാണ് അതിനുള്ള ഉത്തരവാദി. പക്ഷെ ഈ വ്യക്തി പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആരെന്നെ കുറ്റം പറയേണ്ടതെന്ന് ചോദിക്കുമ്പോ നമ്മൾ അവിടെ കാണുന്നത് ഒരു വിവരവും ഇല്ലാത്ത ഒരു മനുഷ്യനെയാണ്. ഒന്നിനെ കുറിച്ച് ഒരു ബോധമില്ലാത്ത, സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ പോലും ആ ഒരു അവസ്ഥ പോലും ഇല്ലാത്തൊരു, അങ്ങനെ ഒരു മെന്റാലിറ്റി പോലും ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തിയാണോ? എന്തായാലും പക്ഷേ ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആരാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെയാണ് എടുക്കുന്നത്. കാരണം നിങ്ങൾ ഇതിൽ എന്താണ് അറിയേണ്ടതെന്നാണ് നമ്മൾ തുടങ്ങിയത്. എനർജി വ്യക്തിയുടെയും വരാം അതാണ്. അപ്പോ നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് വിട്ടുകളയുക? അപ്പൊ ചിലര് വന്ന് പറയും ഞാൻ പ്രതികാരം ചെയ്യും, ഞാൻ വിടില്ല, ഞാൻ അവളുടെ വീട്ടുകാരെ വിളിച്ച് ഇത് പറയും, അവന്റെ വീട്ടുകാരെ വിളിച്ച് അവന്റെ വൈഫിനെ വിളിച്ച് പറയും, അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ വിളിച്ച് പറയും, നാട്ടുകാരെ മൊത്തം പറയണം ഇതൊക്കെ എന്നൊക്കെ പറയാം. ഇതൊക്കെ വൈരാഗ്യമാണ് അല്ലെ? നമ്മളും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത്, അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ, ഏത് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ എനർജിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ഇവിടെ ഉപേക്ഷിക്കേണ്ടത്? വൈരാഗ്യ ബുദ്ധിയിലാണെങ്കിൽ അതായിരിക്കും ഉപേക്ഷിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ 4 of Swords കാണിക്കുന്നുണ്ട്. 4 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത എന്ത് ചെയ്യണം, അടുത്തത് യുദ്ധം അവസാനിച്ചിട്ടില്ല, ഞാൻ തൽക്കാലം റെസ്റ്റ് എടുക്കുകയാണ്, എനിക്കൊന്ന് ആലോചിക്കാൻ സമയം വേണം, ഇനി ഞാൻ അവൾക്ക് എന്ത് പണി കൊടുക്കാം അല്ലെങ്കിൽ അവൻ എന്ത് പണി കൊടുക്കാം എന്ന ചിന്തയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ റെസ്റ്റിലാണ്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന എന്തിനാണ്? ഇനിയും ഫൈറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ കാര്യമാണ് നിങ്ങൾ വിട്ടുകളയേണ്ടത്. ഇനിയും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യണ്ട. അവരെ നാണം കെടുത്താനോ അവരെ എന്താ ഉപദ്രവിക്കാനോ അവരെ കുറിച്ച് കുറ്റം പറയാനോ ഒന്നും ശ്രമിക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം അത് നിങ്ങൾക്ക് പണിയാവാൻ വഴിയുണ്ട്. കാരണം നിങ്ങൾക്കുള്ള ഗൈഡൻസ് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അപ്പോ ഈ ഒരു എനർജിയിലാണ് നിങ്ങളെങ്കിൽ ഇത് ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ആരോടും വൈരാഗ്യം, കാരണം 2 കൈയും കൂട്ടിയടിച്ചാലേ സൗണ്ട് കേൾക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ അടിച്ചാൽ സൗണ്ട് കേൾക്കും, പക്ഷെ അത് നിർജീവമായ ഒരു സാധനമാണ് അല്ലെ? അപ്പോ ജീവനുള്ള 2 കൈകൾ കൂട്ടിയിടിക്കുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സൈഡിലും തെറ്റുണ്ട്, വ്യക്തിയുടെ സൈഡിലും തെറ്റുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഒരാളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ കയ്യിലുള്ള തെറ്റുകളും കൂടെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ അത് ആലോചിക്കാനുള്ള സമയം എടുക്കണം. അതുകൊണ്ട് ഇനി അവരുടെ പുറകെ പോയി അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കരുത്. അത് വലിയ പണിയാവും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് അഡ്വൈസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നത്? ഭഗവാനെ, എന്ത് അഡ്വൈസ് ആണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്? യൂണിവേഴ്സ് പറയുന്നത് ഇതുവരെ നിങ്ങളുടെ നല്ല സമയമായിരുന്നു. നിങ്ങൾ എന്തോ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പണി കിട്ടാതിരുന്നത്. തൽക്കാലത്തേക്ക് ഈ ബന്ധമേ പോയുള്ളൂ. പക്ഷെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അവരെ ഒഴിഞ്ഞു നിൽക്കുകയാണ്.
അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനിയും അവരുടെ പുറകെ പോയാല് നിങ്ങളുടെ ഈ നല്ല സമയം മാറും, നിങ്ങൾ അതിനകത്ത് പെട്ടുപോകും. മനസ്സിലായോ? ഇത് ഹാങ്ഡ് മാൻ ആണ്. അപ്പൊ നിങ്ങള് ഇതിനകത്ത് പെട്ടുപോകുമെന്ന് പറഞ്ഞത് നിങ്ങള് പുറത്ത് വരാൻ പറ്റാത്ത വിധത്തില് ആ ഒരു പ്രശ്നത്തില് അങ്ങോട്ട് പെട്ടുപോകും. അത് പാടില്ല. നിങ്ങൾ അത് വിട്ടുകളയണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സമയം മാറുമെന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ നിങ്ങളുടെ നല്ല സമയമാണ്. അത് നിങ്ങൾ അവർക്ക് അധികം ബുദ്ധിമുട്ട് കൊടുക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ഇനിയും നിങ്ങൾ ബുദ്ധിമുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നല്ല സമയം മാറി വളരെ വൃത്തികെട്ട സമയം വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ എനർജിയാണോ നിങ്ങളുടെ വ്യക്തിയുടെ ആണോ എന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ എടുക്കുക. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോകും. ആർക്കും നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഊരിയെടുക്കാൻ പറ്റില്ല. ജീവിതം ഇവിടെ നശിച്ചു പോകും. നിങ്ങളുടെ ജീവിതം ഇതിനകത്ത് പെട്ട് നശിച്ചു പോകും. കാരണം മറ്റുള്ളവരെ ദ്രോഹിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അത് എന്ത് കാര്യം കൊണ്ടും ആയിക്കോട്ടെ. മനസ്സിലാവുണ്ടോ? അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ സൂക്ഷിക്കുക. പോയത് പോട്ടെ എന്ന് വെച്ച് അതിൽ നിന്ന് വിട്ടു പോരാൻ ശ്രമിക്കുക. അതിനകത്ത് കയറി എന്നാലും അങ്ങനെ പറ്റൂല, ഞാൻ ഇനിയും പണി കൊടുക്കും എന്നൊരു ചിന്തയിൽ ചെന്ന് കയറിയാലും പിന്നെ തിരിച്ചിറങ്ങി പോരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കേട്ടോ? അപ്പോ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, പൈസീസ് സോഡിയാക് സൈൻസ് ആണ് ഇവിടെ കാണിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒന്നും ടോറസ്, ലീബ്ര, ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. അപ്പൊ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.